ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിപ്പോൾ മഹാബലേശ്വറിൽ വന്നിരിക്കുകയാണ്. 29-ാം തീയതിയാണ് ഇന്ന് ഡിസംബർ. ഇവിടെ മഹാബലേശ്വറിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ കൂടി പോകുന്ന ടപ്പോള റോഡിലേക്കാണ്. ഇത് നമ്മുടെ ചെമ്മണ്ണൂർ ഓക്സിജൻ ക്ലബിൻ്റെ റിസോർട്ടാണ്. ഞാൻ ചെമ്മണ്ണൂർ ക്ലബിൻ്റെ ഓക്സിജൻ റിസോർട്ടിൻ്റെ ഒരു മെമ്പറാണ്. ഞാൻ ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു 2-3 വർഷമായിട്ട് 3-4 വർഷമായിട്ട് ഞാൻ വരികയാണ്. ഇപ്പോൾ വന്നിട്ട് 2 വർഷമായി. അപ്പോൾ എന്താണ് ഇവിടുത്തെ കണ്ടീഷൻസ് ഒന്ന് നോക്കാം. കാരണം നല്ലൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ഒരുപാട് ഉള്ളിലേക്കായിട്ടാണ്. സ്വന്തം വാഹനമുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഒരു കാമൻ പോയിട്ട് ഏരിയയാണ്. ഞാൻ അതുകൊണ്ടാണ് ഇതിൽ ബുക്ക് ചെയ്തിട്ട് രണ്ടാമത് ഇവിടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നിരിക്കുന്നത്. സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണെങ്കിലും വളരെ നല്ലൊരു ലൊക്കേഷനാണ്. സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ നല്ലതാണ്. രാവിലെ എഴുന്നേറ്റ് ശരിക്കും ഒരു നമ്മുടെ ഒരു ഹിൽ സ്റ്റേഷൻ്റെ ആ കറക്റ്റ് ഫീൽ നമുക്ക് കിട്ടും. നല്ല തണുപ്പുണ്ട്. ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ഇവിടെ താമസിക്കണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രോപ്പർട്ടിയാണത്. വളരെ മനോഹരമാണ്. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞ ഒരു മലേൻ്റെ താഴ്വാരത്താണത്. ഇവിടെ നിന്ന് വീണ്ടും താഴത്തേക്ക് കൊക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. മഹാബലേശ്വരത്തിന് ചുറ്റിനും മലകളാണ്. അതിൽ ഉള്ള ഹിൽ സ്റ്റേഷൻ നമ്മുടെ നല്ല തണുപ്പുണ്ട്. അടുത്ത് തന്നെ സ്ട്രോബെറി ഫാമൊക്കെ ഉണ്ട്. അടിപൊളി ലൊക്കേഷനാണ്. ഇദ്ദേഹം ഒരു ഓക്സിജൻ റിസോർട്ട് ഒരു മെമ്പറാണ്. ഞാനിവിടെ വന്നിട്ട് ജസ്റ്റ് പരിചയപ്പെട്ടാണ്. വളരെ നല്ല ചാമിങ് പേഴ്സണാലിറ്റിയാണ്. ഇയാൾ ഥാനെന്ന് വന്നാണ്. ഞാൻ മുംബൈ. ഏതാണ്ട് 10-40 കിലോമീറ്റർ ഡിഫറൻസോളൂ ഞങ്ങൾ തമ്മിൽ ദൂരം. ഇന്ന് ജസ്റ്റ് വന്നിട്ടുള്ളൂ. 29 ഡിസംബർ. ഞാൻ ഓർക്കണം ഇന്ന് തന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീൻ്റെ ഒരു വാക്ക് അറൗണ്ട് എടുക്കാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. അവിടെ നിന്ന് ഞങ്ങൾ എൻട്രി ചെയ്ത്, അതാണ് മെയിൻ ഗേറ്റ്. ഇവിടെ നിന്ന് നേരെ മേളിലേക്ക് പോകും. കാരണം ഇത് സ്റ്റെപ്പ് പോലെ ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം വലിയൊരു കുന്നാണ് ആ മല പോലെ. അപ്പോൾ അത് അവർ രണ്ടാക്കിയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ആക്കിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മേളിലേക്ക് പോകുന്ന ഈ കാണുന്നത് ഇൻഡിവിജ്വൽ കോട്ടേജസ് ആണ്. ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ മെയിൻ അവിടെ നിന്നാണ് വന്നത്. നമ്മൾ ഇത് 7 ഇതേപോലെ തന്നെ ഇൻഡിവിജ്വൽ കോട്ടേജസ് ഉണ്ട്. വളരെ വലുതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇതിലാണ് താമസിച്ചിരുന്നത്. ഞങ്ങൾക്ക് 2 കോട്ടേജസ് കിട്ടിയിരുന്നത്. ഇപ്പോൾ സീസണാണല്ലോ. 29 ഡിസംബർ എന്ന് പറയുമ്പോൾ നാളെ മറ്റന്നേക്ക് നല്ല ആൾക്കാരുണ്ടാവും. അങ്ങനെ ഇത് 7 എണ്ണം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വന്ന ഇതിൻ്റെ താഴത്തായിട്ട് ഇപ്പം നമ്മൾ കയറി വന്ന അവിടെയായിട്ട് 2 എണ്ണം ട്വിന്നുണ്ട്. വേറെ ഉണ്ട് 2 എണ്ണം ട്വിൻ കോട്ടേജസ്. ഞാൻ ട്വിന്നെ അടുത്ത്, കാരണം എൻ്റെ ഫാമിലി ഉണ്ട്. അപ്പോൾ മക്കളോട് ഞാൻ ഒന്നിച്ച് നമുക്ക് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി എല്ലാം വാലി വ്യൂ ആണ്. കംപ്ലീറ്റ് വാലി വ്യൂ ആൻഡ് സൺറൈസ്. സൂപ്പറാണ്. രാവിലെ എഴുന്നേറ്റാൽ സൺറൈസ് കാണാം, വാലി കാണാം. അടിപൊളി ലൊക്കേഷനാണ്. വളരെ നല്ല. ഇത് ഫുൾ ഇൻഡിവിജ്വൽ, ഇത്തിരി ദൂരമായിട്ട്. ഇതും അടിപൊളിയാണ്. നല്ല ഒരു ലൊക്കേഷനാണ്. നന്നായിട്ട് പണിതിട്ടുണ്ട്. ഇവിടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ കിച്ചണുണ്ട്, ഫുഡ്. ഇതാണ് ഒരു ലോണുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഇവിടെ ചെറിയ ഒരു ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ വർഷവും ചെയ്യാറുള്ളതാണത്. ഒരു വർഷം ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസിൻ്റെ. ഇതെല്ലാം നാച്ചുറൽ ട്രീ ആണ് കേട്ടോ. മറ്റേ ഗ്രീനൊക്കെ കാണുന്നത് നാച്ചുറൽ ഇതാണ്, പ്ലാന്റ് ആണ്.
അപ്പോൾ ഇത് ചെറിയൊരു ലോൺ ഇവിടെ ഫംഗ്ഷൻ നടത്താൻ പറ്റും. നേരെ കാണുന്നത് അത് ക്ലബ് ഹൗസും, പിന്നെ റൈറ്റ് സൈഡിൽ ക്ലബ് ഹൗസും, ഈ നേരെ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. ആവശ്യത്തിന് ഒരുവിധം ആവശ്യത്തിന് നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. കാരണം ഇവിടെ ടോട്ടൽ 15 കോട്ടേജസാണ് ഉള്ളത്. അപ്പോൾ അതിനുള്ള ഇതാണ് റെസ്റ്റോറൻറ്റ്. ഫ്രണ്ടിൽ തന്നെ ആ കാണുന്നത് ഫ്രണ്ട് ഡെസ്ക് ഉണ്ട്. ഇതും കോട്ടേജസാണ്. ഇതിങ്ങനെ ഒന്നൊന്നായിട്ട് മുട്ടി നിൽക്കുന്നതാണ്. ഇത് ഈ പുറകിൽ ഒരു 4-5 എണ്ണം ഉണ്ട്. ഇവിടെ ഈ ഫ്രണ്ടിൽ ഞാൻ നടന്നു വരുന്ന ഈ റൈറ്റ് സൈഡിൽ നോക്കിക്കും, അവിടെ 2 എണ്ണം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റേത് വരുന്നത്. വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു നാടിൻ്റെ ഒരു ഫീലാണ്. ഈ കാണുന്ന 2 എണ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത്. റൈറ്റ് സൈഡിൽ 2 എണ്ണം വേറെ ഉണ്ട്. പിന്നെ ആദ്യം നമ്മൾ ഇറങ്ങി വരുമ്പോൾ ആ ബാക്ക് സൈഡിൽ കണ്ടത് 4-5 എണ്ണം ഉണ്ട്. എല്ലാം കൂടി ഒരു 15 എണ്ണം ഉണ്ട്. അതിൽ 7 എണ്ണം ഇൻഡിവിജ്വലാണ്. ഇവിടെയാണ്, ഇതാണ് എൻ്റെ എന്താ പറയുക കൂടാരം. പക്ഷെ വളരെ മനോഹരമാണ്. വുഡിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഏതായാലും ഞാനൊരു റൂം ടൂർ തരാം. അപ്പോൾ എങ്ങനെയാണ് ഈ കോട്ടേജ് എങ്ങനെയാണ് കാണുന്നതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടും. പുറം ഇങ്ങനെയാണ്, നന്നായിട്ട് വുഡൻ ഡിസൈനാണ്. അകത്തും അതെ ഫുൾ വുഡനാണ്. കാരണം തണുപ്പുള്ള സ്ഥലത്ത് കുറച്ചും കൂടി തണുപ്പ് കിട്ടാൻ വുഡൻ ആണ് ആവശ്യം. കാരണം ഇവിടെ ഒരു ഡിസംബർ, ജാനുവരി, മാർച്ച് ഒക്കെ ആകുമ്പോൾ ഇവിടെ ചൂടാവും. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഒരു ഫാൻ മാത്രമുണ്ട്. എന്നാലും കുറച്ച് ചൂടാവും. ഇത് കണ്ടില്ലേ, ഇത് നല്ല സ്പേഷ്യസ് ആണ്. ക്വീൻ ബെഡ്, TV, നല്ല സ്പേഷ്യസ് ആണ്. നല്ലൊരു ഫീൽ അതിൻ്റെ അകത്ത്. ഇപ്പോൾ തണുപ്പ് കൊടും തണുപ്പാണ്. കാരണം നമ്മളെ സംബന്ധിച്ചാണ് നമ്മൾ വേറെ തണുപ്പിനുള്ള വലിയ ഡ്രസ്സസൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഇതാണ് വാഷ്റൂം. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല ഇമ്പോർട്ടഡ് ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് ക്ലബ് ഹൗസിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് കണ്ടില്ല, അവർ ഡിസംബർ 29 തീയതിക്കുള്ള പരിപാടിക്കുള്ള സെറ്റപ്പാണ്. ഇവിടെ ഉണ്ടായിരുന്ന കളിക്കാൻ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി. അതുകൊണ്ട് ഇവിടെ ബലൂണൊക്കെ വെച്ച് ചെറിയ എന്തോ പരിപാടിക്കുള്ള അതൊന്ന് സജ്ജീകരിക്കുന്നതാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. നീളത്തിലാണ്. ഒരു ആവശ്യത്തിനുള്ള മെനു സാധനങ്ങളൊക്കെ ഉണ്ട്. ലിമിറ്റഡ് മെനു ആണ്, പക്ഷെ ഉണ്ട്, കുഴപ്പമില്ല. പുള്ളി മാരഡോണൻ്റെ ഒരു ഫാനാണല്ലോ, നമുക്കറിയാലോ. വെച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റ് തിരക്കിടില്ല, കുഴപ്പമില്ല. അപ്പോൾ ഇവർ ഈ 31st ഫങ്ഷനുള്ള ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഇവിടെ 31st നൈറ്റ് ഇവിടെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഗാല ഡിന്നറും പാട്ടൊക്കെ ഉണ്ടാവും, ഡാൻസൊക്കെ ഉണ്ടാവും. ഇതാണ് ചെറിയൊരു മെനുവിൻ്റെ ചെറിയൊരു ഇതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്താണ്. ഇതാണ് നൈറ്റ് വ്യൂ. ഇന്ന് നൈറ്റിൽ അധികം വലിയ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒന്നുമില്ല, നോർമൽ. കാരണം ഇവിടുത്തെ പബ്ലിക്കും അത്ര വലുത്, കാരണം അത്ര അടിച്ചു പൊളിച്ചൊന്നും ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല വരുന്നത്. കാം ആൻഡ് ക്വയറ്റ്, അതിനോട് ഡീസൻസി കീപ്പ് ചെയ്തിട്ട് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് 31 ഡിസംബറാണ്. നാളെ രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ആവും. ഓക്സിജൻ റിസോർട്ടിൽ ഞാൻ 2021 മുതൽ വരികയാണ്. പിന്നെ അതിൽ മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ ചില സാധനങ്ങൾ ഇവിടെ ഉണ്ടായത് പിന്നെ അത് റിന്യൂ ചെയ്യുന്നില്ല. ഇവിടെ സൈക്കിൾ ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. കാരണം ഇവിടെ കൂടെ സൈക്ലിംഗ് ചെയ്യാൻ പറ്റും.
3-4 സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ ഇല്ല ഇവിടെ. കാരണം വെച്ചാൽ എല്ലാം അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ അതെല്ലാം ചീത്തയായി പോയി. സൈക്കിൾ ഒരിക്കലും നശിച്ചില്ല, കാരണം അത്രക്ക് കെയർലെസ് ആണ് ഇവർ. അത് പിന്നെ അത് പോയ സാധനം തിരിച്ച് വരുന്നുമില്ല. അപ്പോൾ ആ ഒരു ഇതുണ്ട് ഇവിടെ. കാരണം വെച്ചാൽ ഒരു കാര്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ അത്ര വലിയ ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. പിന്നെ വേറെ പ്രശ്നം ചില ആൾക്കാരെന്ന് വെച്ചാൽ ബുക്ക് ചെയ്യുമ്പോൾ അത്ര പെട്ടെന്ന് ബുക്കിംഗ് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് നോക്കി ഒന്ന് കറക്റ്റ് ചെയ്യണം. കാരണം എല്ലാവരും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ ആ ഒരു വിശ്വാസത്തിലാണല്ലോ. ആ വിശ്വാസം എപ്പോഴും കീപ്പ് അപ്പ് ചെയ്യാൻ നോക്കണം. കുട്ടിക്കാലത്ത് എപ്പോഴും ഞാൻ ഇതുപോലെയൊക്കെ ഒരു ഊഞ്ഞാലാടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മരത്തിൽ ഇതേപോലെ ഒരു കമ്പി കുട്ടികൾ, ഇവിടുത്തെ സ്കൂൾ പോകുന്ന കുട്ടികൾ ആടുന്ന ഞാൻ കണ്ട്. അവർ തന്നെ നിർമ്മിച്ചാന്ന് തോന്നുന്നു. അത് കണ്ടപ്പോൾ ഞാനും ഒന്ന് ആടി നോക്കി. എൻ്റെ ഉള്ളിലെ ചൈൽഡും ഞാനൊന്ന് പുറത്തേക്ക് എടുത്ത്. മഹാബലേശ്വർ സിറ്റിയിൽ നിന്ന് ഈ റിസോർട്ടിലേക്കുള്ള നൈറ്റ് ഡ്രൈവ് ഇത്തിരി ലേശത്തൊരു ക്ലേശമാണ്. ബാക്കി കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ 31 ഡിസംബർ നൈറ്റാണ്. രാത്രി 9:30 മണിയായി. ഞങ്ങളിപ്പോൾ മഹാബലേശ്വർ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും ഹാപ്പനിങ് പ്ലേസ് ഇതാണ്. പക്ഷേ ഇന്ന് ശരിക്കും ഈ സമയത്ത് വരികയാണെങ്കിൽ കാലുകുത്താൻ സ്ഥലം ഉണ്ടാവില്ല, അത്ര ആൾക്കാരുണ്ടാവും, നല്ല രസമാണ്. പക്ഷേ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് 31 ഡിസംബറായിട്ട് ഒരുപാട് റിസോർട്ട്സ് അവർ തന്നെ പാർട്ടീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് പബ്ലിക്സ് അവരുടെ റിസോർട്ടിൽ തന്നെയാണ്. കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒപ്പം ആണ് ഇന്ന് ഡിന്നർ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾ ഓക്സിജൻ റിസോർട്ടിൻ്റെ ഗാല ഡിന്നറിൽ പങ്കെടുക്കുന്നില്ല, കാരണം ഞങ്ങൾ ഇത് നേരത്തെ പ്ലാൻഡ് ഒരു കാര്യമാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെയാണ് പരിപാടികളൊക്കെ പോകുന്നത്. കുട്ടികൾ ഇവിടെ നിന്ന് കോഫിയും സ്മൂത്തിയും ട്രൈ ചെയ്ത്, പക്ഷേ കൊള്ളില്ല, ആ ഒരു ടേസ്റ്റില്ല. ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇന്ന് 1 ജാനുവരി 2024. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഓക്സിജൻ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് 12 മണി കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ലെഫ്റ്റിലേക്ക് വന്നു. അവിടെ ഒരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സ്ട്രോബെറി വാങ്ങാൻ പോകും. ഇതാണ് ഞങ്ങൾ എപ്പോഴും സ്ട്രോബെറി ഇവിടെ വരുമ്പോൾ എപ്പോഴും സ്ട്രോബെറി വാങ്ങുന്നൊരു സ്ഥലം. ഇവരുടെ ഫാം തന്നെയാണ്. സോനിക നല്ലൊരു സ്ത്രീയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇവരുടെ ഫാമിൽ നമുക്ക് ഇറങ്ങി സ്വയം നമുക്ക് നമ്മുടെ കൈകളാൽ സ്ട്രോബെറി പറിച്ചു അത് തന്നെ വാങ്ങിക്കാം. അതാണ്. പിന്നെ ഇവിടെ കുറച്ച് വിലയും കുറവായിരിക്കും, അത്ര വില കുറവില്ല, എന്നാലും ഏതാണ്ട് 150 രൂപക്ക് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചത് 90 രൂപക്കാണ്. പക്ഷേ ഇപ്പോൾ സീസൺ ആവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ്. ഇപ്പോൾ ഞാനൊരു ഫെബ്രുവരിയിൽ വരികയാണെങ്കിൽ എനിക്ക് 90 രൂപക്ക് കിട്ടിയാനെ. നമുക്ക് സ്വയം നമുക്ക് തന്നെ പറിച്ച് അത് തന്നെ നമുക്ക് തൂക്കി വാങ്ങിക്കാം. വളരെ എന്താ പറയുക, ജീവിതത്തിലെ ലൈഫിൽ വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് മഹാബലേശ്വർ. നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ സ്ട്രോബെറി സീസണിൽ വരുമ്പോൾ
ഇപ്പോൾ മഹാബലേശ്വരം സിറ്റിയിലാണ് നമ്മൾ താമസിക്കുന്നുണ്ടെങ്കിൽ 15 കിലോമീറ്റർ അങ്ങോട്ട് സിറ്റിയിൽ താമസിക്കുന്ന ഈ ഒരു ഇത് കിട്ടില്ല. അവിടെ ഉണ്ട് ഇതേപോലെ ചെറിയ ചെറിയ ഫാമൊക്കെ ഉണ്ട്. അത് വെറുതെ അവർ കടകളുടെ അകത്ത് ഒരു ചട്ടിയിലൊക്കെയാണ് വെച്ചേക്കുന്നത്, വെറും കാണാൻ വേണ്ടി മാത്രം. അത് ഒറിജിനൽ അല്ല, അത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മാത്രം. പിന്നെ അവർ അവിടെ നിന്ന് സ്ട്രോബെറി ബാക്കിയുള്ള ഐസ്ക്രീം അതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നാച്ചുറൽ ഒറിജിനൽ ഫാമിൽ നമുക്ക് ഇറങ്ങി നമുക്ക് അത് സ്ട്രോബെറി നമ്മുടെ കൈകളാൽ പറിക്കാം. അതിൻ്റെ പൂക്കൾ വരെയും കാണാം. ആ പൂവാണ് പിന്നെ അത് സ്ട്രോബെറിയായി മാറുന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് വളരെ അടിപൊളിയാണ്. അപ്പോൾ ലെറ്റ്സ് എൻജോയ്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ ഓക്സിജൻ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് വന്ന് ഇവിടെ ഞങ്ങൾ എപ്പോഴും വരുന്നൊരു സ്ട്രോബെറി ഫാമാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ സ്ട്രോബെറി സ്വന്തം കൈകളാൽ പറിച്ചു. ഞങ്ങൾ പർച്ചേസ് ചെയ്തു. ഒരു 8 കിലോളം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ കുറച്ച് 2-3 കിലോ ഞങ്ങൾ മഹാബലേശ്വരത്തിൽ നിന്നും പർച്ചേസ് ചെയ്യും. കാരണം രണ്ടിൻ്റെ ഇച്ചിരി എന്താ വ്യത്യാസം നോക്കുകയാണ്. ഇവിടെ ഇച്ചിരി തണുപ്പ് കുറവായിരിക്കും, ഇവിടെ കൂടുതൽ സ്ട്രോബെറി ഉണ്ടാവും. മഹാബലേശ്വരം സിറ്റി എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ ഹൈറ്റിലാണ്. അവിടെ സ്ട്രോബെറി കുറച്ചുണ്ടാവുള്ളൂ, പക്ഷേ അവിടെ ഇതിൻ്റെ ക്വാളിറ്റി ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ രണ്ടും വാങ്ങിച്ചിട്ടുണ്ട്, രണ്ടും ടേസ്റ്റിയാണ്. ബോംബെയിലെ ഒരുപാട് മലയാളികൾ എല്ലാ വർഷവും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. അതിൻ്റെ നാട്ടിലുള്ള ആരെങ്കിലും നമ്മുടെ മഹാരാഷ്ട്രയിൽ വരികയാണെങ്കിൽ ഒരിക്കൽ ഇവിടെ വരാൻ ശ്രമിക്കുക. അതും സ്ട്രോബെറി സീസണിൽ വരാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഈ വ്ലോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. See you in next vlog. Thanks for watching. Right away from Strawberry Garden.